പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട് കുക്കിംഗ് വീഡിയോ ചെയ്യണം. അപ്പൊ ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ നമ്മളിന്ന് എന്താണ് വെക്കാൻ പോകുന്നത്? ചിക്കൻ കറി. അപ്പൊ നമ്മളിന്ന് ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. ഇവിടെ വിൽക്കാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. സവാളയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് സവാള കട്ട് ചെയ്താൽ നമ്മൾ കരയും. അതുകൊണ്ട് ഉമ്മയാണ് ഇവിടെ സവാള കട്ട് ചെയ്യണത്. അപ്പൊ ഉമ്മ അവിടെ സവാള കട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. ഇനി നമുക്ക് ഇല ഐറ്റംസ് ആണ്. ഇതില് കറിവേപ്പില, പുതിനയില, മല്ലിയില, രമ്പയില, ഇത് ഇത്രയും ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇനി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പൊ ഇല ഐറ്റംസ് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി തക്കാളിനെയും ക്യാപ്സിക്കനെയും ഉള്ളിയുടെ അരിഞ്ഞിടാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചിക്കൻ കറി ഇടാനുള്ള ഉള്ളി, ക്യാപ്സിക്ക, തക്കാളി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഐറ്റമായ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആണ്. ഇതിനാവശ്യമായിട്ട് ഇഞ്ചി ഉണ്ട്, തൊണ്ടമുളകുണ്ട്, കൊച്ചുള്ളി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്. ഇതെല്ലാം ഇനി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചു കൊണ്ടുവരാം. അപ്പൊ ഇഞ്ചി എല്ലാം നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ കറിക്കുള്ള ചരുവ അടുപ്പ് വെക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇല ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കഴുകിയെടുക്കാം. ഇനി നമുക്ക് 15 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ട് അപ്പോഴത്തേക്ക് സവാള എല്ലാം നല്ല വഴണ്ട് വന്നു. ചിക്കൻ അതിനിടയ്ക്ക് നമുക്ക് കഴുകിയെടുക്കാം. അപ്പൊ നമുക്കത് തുറന്നു നോക്കാം. ഉള്ളിയൊക്കെ നല്ല വഴണ്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കാം. നല്ല മണം. കറി നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ കറി എന്തായാലും നല്ല കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പൊറോട്ട വെച്ചൊരു പിടി പിടിക്കാം. കറി ഒഴിച്ച് ഉമ്മാൻ തന്നെ ആദ്യം നമുക്ക് ഒന്ന് കൊടുത്തു നോക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ പൊറോട്ട വെച്ചൊരു പിടി പിടിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.